വിധിയെഴുതി കേരളം ഇനി മെയ് 4 വരെയുള്ള കാത്തിരിപ്പ്. ജനപ്രീതി, സാധ്യതകൾ, ട്രെൻഡുകൾ എല്ലാം പക്ഷമില്ലാതെ മൈഫിൻ TV നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രത്യേക തിരഞ്ഞെടുപ്പ് അവലോകനം, പോൾ പൾസ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമാപിച്ചിരിക്കുന്നു. രാവിലെ ആരംഭിച്ച് പോളിംഗിൽ ചിലയിടങ്ങളിൽ ചെറിയ തർക്കങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്തുവെങ്കിലും പൊതുവെ സമാധാനപരമായി പൂർത്തിയായതായാണ് റിപ്പോർട്ടുകൾ. ഇത്തവണ വിവിധ മണ്ഡലങ്ങളിലായി മികച്ച പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. പ്രധാന രാഷ്ട്രീയ മുന്നണികളെല്ലാം മികച്ച വിജയം പ്രതീക്ഷിച്ച ആത്മവിശ്വാസത്തിലാണ്. ശക്തമായ പ്രചാരണങ്ങളുടെയും വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിന്റെ ഭാവി രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്നതായിരിക്കും. വിശദാംശങ്ങളുമായി വിവേക് കീർത്തിയാണ് ചേരുന്നത്. വിവേക്, സംസ്ഥാനത്തെ രാഷ്ട്രീയ ചൂടിലാക്കിയ 23 ദിവസങ്ങൾക്ക് ശേഷം കേരളം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പോളിംഗ് ശതമാനത്തിൽ ഈ വർഷം വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഈ വർധനയുടെ ക്രെഡിറ്റ് SIR-നാണോ ഉള്ളത്, അതോ പോളിംഗ് കൂടിയതിൽ എല്ലാ മുന്നണികളും ശുഭാപ്തി വിശ്വാസത്തിലാണെന്നും നമുക്കറിയാം. എനിക്ക് തോന്നുന്നു നിലവിൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയതെങ്കിൽ പത്തനംതിട്ടയിലാണ് കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളത്ത് ഇത്തവണ സംസ്ഥാനത്തെ ശരാശരിയേക്കാൾ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതായ വിവരങ്ങൾ ലഭിക്കുന്നു. എങ്ങനെയൊക്കെയാണ് പോളിംഗ് ശതമാനങ്ങൾ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. മികച്ച പോളിംഗാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. 2021-ൽ 76% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അത് ഏക്കാലത്തെയും ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമായിരുന്നു. അതിനെ കടത്തിവെട്ടുന്ന ഒരു പോളിംഗ് ശതമാനത്തിലേക്കാണ് ഇത്തവണ പോകുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം 75% കഴിഞ്ഞിരിക്കുകയാണ്. സിയുടെ വിലയിരുത്തൽ പ്രകാരം 90%-ലേക്ക് കേരളത്തിലെ പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ളൊരു വിലയിരുത്തലും വന്നിട്ടുണ്ട്. ഏകദേശം 80% പിന്നിട്ട 4 മണ്ഡലങ്ങൾ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കുന്നത്തുനാട്, ചിറ്റൂർ, കുന്നമംഗലം, അരൂർ എന്നീ മണ്ഡലങ്ങളിൽ 80% പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ കേരളത്തിലെ ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെയും തിരുവനന്തപുരം, തൃശ്ശൂർ, അവിടെ പാലക്കാട് തുടങ്ങി ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ കഴിഞ്ഞ ദിവസമുണ്ടായ പാലക്കാട് പോലുള്ള മണ്ഡലങ്ങളിൽ വരെ വൻ പോളിംഗ് ശതമാനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. നിലവിൽ ക്യൂ നിൽക്കുന്നവർക്കാണ് അവസരം ഒരുക്കി കൊടുക്കുന്നത്. എറണാകുളം പോലെയുള്ള കൂടാതെ ജില്ലകളിലൊക്കെ വൻ പോളിംഗ് ശതമാനമാണ് ഇത്തവണ ഉയർന്നിരിക്കുന്നത്. അതിന് പ്രധാന കാരണം SIR-ലെ കാരണങ്ങളും പറയുന്നുണ്ട്. എന്നാൽ വോട്ടിംഗ് ഉൾപ്പെടുത്താത്ത ചില വ്യക്തികളും ഉണ്ട്, അതിലുള്ള ഇതുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ 3 രാഷ്ട്രീയ പാർട്ടികളും ഈ പോളിംഗ് ശതമാനം ഉയർന്നതിൽ വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. LDF-ന് തുടർഭരണം ഉണ്ടാകുമെന്നും അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് 100% മുകളിൽ 100 സീറ്റുകൾക്ക് മുകളിൽ കൊണ്ട് അധികാരത്തിൽ എത്തുമെന്നും അതേസമയം നിർണായക സാന്നിധ്യമായി BJP-യും എത്തുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു പോളിംഗ് ശതമാനത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും 75% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തുകയും ചെയ്തു. പല മണ്ഡലങ്ങളിൽ 80% കഴിഞ്ഞു. 90%-ലേക്ക് പോളിംഗ് ശതമാനം എത്തുമെന്നാണ് പറയുന്നത്. കൂടുതലും ഗ്രാമീണ മേഖലകളിൽ വൻ പോളിംഗ് ശതമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിരാവിലെ മുതൽ മികച്ച പോളിംഗ് ഉണ്ടായി. 3 മണി 4 മണിക്ക് ശേഷമൊക്കെ 62-70%-ലേക്ക് പോളിംഗ് ശതമാനം ഉയരുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. എന്തായാലും 2021-ലെ പോളിംഗ് ശതമാനത്തിനെ കടത്തി വെട്ടിക്കൊണ്ടുള്ള ഒരു പോളിംഗ് ശതമാനമാണ് ഇത്തവണ ഉയർന്നു വന്നിരിക്കുന്നത്. സിയുടെ വിലയിരുത്തൽ പ്രകാരം 90%-ലേക്ക് ഈ പോളിംഗ് ശതമാനം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പലയിടത്തും ഇപ്പോൾ പോളിംഗ് സമയം അവസാനിച്ചു കഴിഞ്ഞു. എന്തായാലും ചില കേന്ദ്രങ്ങളിൽ ഈ യന്ത്ര തകരാറുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ പലയിടത്തും വോട്ടിംഗ് താമസിച്ചിരുന്നു. അത്തരം മേഖലകളിൽ വോട്ടിങ്ങിന് സമയം കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. ചില മേഖലകളിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ അതുകൂടാതെ തന്നെ ഈ നിലവിൽ വോട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് സമയം കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഇത്തവണ കനത്ത പോളിംഗാണ്. വോട്ടിങ്ങിനായി കേരളത്തിലെ എല്ലാ വോട്ടേഴ്സും എത്തിച്ചേർന്നു എന്ന് അതുകൊണ്ട് തന്നെ 3 മുന്നണികൾക്കും വലിയൊരു പ്രതീക്ഷയാണ് ഉയർത്തുന്നത്. വിദ്യ. വിവേക് പറഞ്ഞതുപോലെ വളരെ കനത്ത പോളിംഗ് ആണ് കേരളത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021-നെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഇത്തവണത്തെ പോളിംഗ്. അതായത് SIR നടപ്പിലാക്കിയതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 90% വോട്ടിംഗ് ആണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. എല്ലാ ജില്ലകളിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ കുറവുണ്ടായിരുന്ന എറണാകുളത്ത് പോലും ഇത്തവണ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മെയ് 4 വരെയുള്ള ഒരു കാത്തിരിപ്പാണ്. മെയ് 4-ന് അറിയാം കേരളം ആര് ഭരിക്കുമെന്ന്. ഇനി വിശദാംശങ്ങൾ നൽകിയത് വിവേകാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.